ചിന്തകൾ എങ്ങനെയാണ് വസ്തുക്കളായി മാറുന്നത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങളോട് ഞാനിന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും നാളത്തെ ഓരോരോ ക്രിയേഷൻസാണ്. എങ്ങനെയാണെന്നറിയാവോ? ഇപ്പോൾ നിങ്ങൾക്ക് വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം വീട് എന്നുള്ള ചിന്ത എവിടെയാണ് വരുന്നത്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. അതിനുശേഷമാണ് അത് പുറത്ത് സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലേ? അതുപോലെയാണ് ഓരോ ചിന്തകളും നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കഥാരൂപത്തിൽ പറയാം. അപ്പോൾ കുറച്ചുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഒരു നാട്ടിൽ ഒരു സമ്പന്നനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിക്ക് വളരെയധികം സമൃദ്ധിയോടുകൂടെയാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി, എങ്ങനെയാണ് ഈ കാടൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം കാടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് തനിച്ചു പോവുകയാണ്. കുറേ ദൂരം അദ്ദേഹം നടന്നു. കാട്ടിലെ പൂക്കളും മരങ്ങളും ചെടികളും മൃഗങ്ങളെയും അങ്ങനെ എല്ലാം കണ്ട് ആസ്വദിച്ച് നടന്ന് സമയം പോയത് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞില്ല. കുറേ ദൂരം അദ്ദേഹം ഇങ്ങനെ നടന്നു. കുറേ നടന്നപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ക്ഷീണമായി തുടങ്ങി. ക്ഷീണം ബാധിച്ചു. കാരണം നടന്ന് ആസ്വദിച്ചിട്ട് അറിഞ്ഞില്ല, സമയം പോയത് അറിഞ്ഞില്ല. വൈകുന്നേരം ആവാറായി, സന്ധ്യ ആവാറായി. ക്ഷീണമായി തുടങ്ങി, ദാഹിച്ചു തുടങ്ങി, നന്നായി വിശന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദൂരം നോക്കിയപ്പോൾ ഒരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മരത്തിൽ ഒരു പാറയുണ്ടായിരുന്നു. അവിടെ പോയി ഇരിക്കാം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങി ആ മരത്തിൻ്റെ ചോട്ടിലെത്തി ആ പാറക്കല്ലിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്താ പറയുക, ദാഹം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് വീട്ടിലെ ഓർമ്മകൾ വരുന്നത്. വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ ജ്യൂസും വെള്ളവും ഇഷ്ടപ്പെട്ട പാനീയങ്ങളൊക്കെ അദ്ദേഹത്തിന് കുടിക്കാമായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ആ ചിന്തിച്ച നിമിഷം തന്നെ അയാളുടെ മുന്നിൽ ഈ ജ്യൂസ് പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ജ്യൂസും പാനീയങ്ങളും പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം വേഗം അതെടുത്ത് കുടിച്ചു. വളരെ സന്തോഷത്തോടു കൂടി അത് കുടിച്ചു. അപ്പോൾ അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി, കുറച്ച് ഭക്ഷണം കൂടെ ലഭിച്ചിരുന്നെങ്കിൽ, വീട്ടിലായിരുന്നെങ്കിൽ വിഭവസമൃദ്ധമായ സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ആലോചിച്ചു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ച അതേ വിഭവസമൃദ്ധമായ ഭക്ഷണം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വേഗം അതെല്ലാം ആവേശത്തോടെ എടുത്ത് കഴിച്ചു. കാരണം അത്രയും വിശന്ന് തളർന്നിരുന്നു അദ്ദേഹം. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, കാരണം ഭക്ഷണവും കഴിച്ചു, വെള്ളവും കുടിച്ചു, ക്ഷീണമായി തുടങ്ങി, വളരെ ക്ഷീണിച്ചു തുടങ്ങി. ഒന്ന് കിടന്നിരുന്നെങ്കിൽ, ഇരുട്ടായി തുടങ്ങുകയാണ്, കിടന്നിരുന്നെങ്കിൽ, ഇപ്പം ഇരിക്കുന്നത് പാറക്കല്ലിലാണ്, ഒരു നല്ലൊരു ബെഡ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഉടൻ അദ്ദേഹത്തിന് മുന്നിൽ ഒരു ബെഡ് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അതിലിരുന്നു. വളരെ സന്തോഷത്തോടെ ഇരുന്ന് ഇങ്ങനെ ഇടക്കാലം ഒന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നു, അയ്യോ ഇത് കാടാണല്ലോ, ഇവിടെ വല്ല വന്യമൃഗങ്ങളുണ്ടാവോ, പുലിയോ മറ്റോ ഉണ്ടാവോ എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്ന ആ നിമിഷം ഒരു പുലി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കഥ കഴിക്കുകയാണ് ചെയ്തത്. മേലെ ചാടി കഥ കഴിഞ്ഞു. അദ്ദേഹം ഇരുന്നത് ഒരു കൽപ്പതാരു എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ ചോട്ടിലാണ്. അത് സ്വർഗത്തിൽ മാത്രം കാണുന്ന വൃക്ഷം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കൽപ്പതാരു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ സൃഷ്ടിച്ചത്, അല്ലേ? അദ്ദേഹം ചിന്തിക്കുന്ന ഓരോ നല്ല ചിന്തകൾക്കും അതെല്ലാം വന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഭയം വന്നു തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ആ പുലി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊരു കഥയാണ്. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല ചിന്തകൾ, ശുഭചിന്തകൾ എന്നും ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ മോശം ചിന്തകൾ വരുമ്പോൾ അതിനെ മാറ്റി നല്ല ചിന്തകളിലേക്ക് മാറ്റാൻ നമ്മൾക്ക് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം നല്ലൊരു ജീവിതമായി നമുക്ക് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നു മുതൽ ചിന്തകളെ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.